ഒന്ന് തലയെത്തി വീണു. ഞാൻ ആ ഡോക്ടർ ഗിരിജയെ ഫോൺ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. രണ്ടുപേരും മുത്തച്ഛനും മുത്തശ്ശിയാവാൻ തയ്യാറായിക്കോ. ആ കുട്ടി ഗർഭിണിയാണ്. ഇങ്ങ് വന്നേ. മായയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. തൽക്കാലത്തേക്കുള്ള മരുന്നുകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദേഹം അതി അനങ്ങരുത്. ഒരു ജോലിയും ചെയ്യാൻ അനുവദിക്കണ്ട. നാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരണം. വിശദമായ ചെക്കപ്പ് ചെയ്യാനാ. ടാക്സി പിടിച്ചു കൊണ്ടുവന്നാ മതി. എന്റെ നോട്ടത്തിൽ നിങ്ങളുടെ രഘുമോന് ഒരു 5 ലക്ഷവും 100 പവനും ഒരു മാരുതി കാർ ആര് കണ്ടാലും കൊടുക്കും. കുറച്ച് കാശ് കിട്ടിയ കൈപ്പൂ ഇല്ലല്ലോ. പെണ്ണ് ഗർഭിണിയായ പിന്നെ ഒന്നും നടക്കുന്നു വിചാരിക്കണ്ട. നിങ്ങൾ ബുദ്ധിപൂർവം കടുക്കൽ നീക്കിയാൽ നല്ല ഒരു തുക മേടിക്കും. അമ്മ എന്താ ഇഷ്ടത്തിരുന്ന് ആലോചിക്കുന്നത്? ഒന്നുമില്ല. നിനക്കൊരു കുഞ്ഞുണ്ടായ എങ്ങനെ വളർത്തണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ആ പിന്നെ രാവിലെ ഒരുക്കോ, നമുക്ക് നാളെ ആശുപത്രി വരെ പോണം. നിർത്ത്. ഇതിലെ എങ്ങോട്ടാ പോണത്? ആശുപത്രിയിലേക്ക്. 5 രൂപ കൂടുതൽ കിട്ടാനായിട്ടേ ഈ വളഞ്ഞ വഴിയെ പോണോ? ഇതിലെ പോയാ മതി. ഈ കുണ്ടുകുഴിയുടെ വഴിയോ? അത് ഞങ്ങൾ സഹിച്ചോളാം. താ പോടോ. എന്താ അതിനല്ലേ നമ്മൾ ആശുപത്രിയിൽ പോണത്? വണ്ടി നിർത്തണോ? ഒരു രോഗി വണ്ടിയിൽ നിന്ന് കരയുമ്പോഴാണോ വണ്ടി നിർത്തുന്നത്? വേഗം ആശുപത്രിക്ക് വണ്ടി വിടോ. ഇപ്പൊ എന്നെ ശരിയാക്കി മോള് കരയാതിരിക്കും. നല്ല വേദനയുണ്ടോ? സഹായില്ല മോളെ, നമ്മളിപ്പോ ആശുപത്രിയിൽ എത്തൂലേ? ഒന്ന് വേഗം വാ. എന്ത് പറ്റി? എന്റെ പൊന്ന് സാറേ, ഈ പെങ്കൊച്ചിനെ കേട്ടിട്ട് ആ തള്ള എന്നെ കൊണ്ട് കുണ്ടുകുഴിയുള്ള വഴി കൂടെ വണ്ടി ഓടിപ്പിച്ചു. അലസിന്നാ തോന്നുന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? രക്തം പോയത് കണ്ടില്ലേ? പെണ്ണുങ്ങൾക്ക് രക്തം പോണെന്ന് അന്വേഷിച്ചു നടക്കാതെ വണ്ടി എടുത്തിട്ട് പോടോ. അതിന് എന്നോട് ചൂടാവുന്ന എന്തിനാ? ഡോക്ടർ, ഞാൻ ആ കുട്ടിയുടെ റിലേറ്റീവ് ആണ്. എന്ത് പറ്റി? ഇറ്റ്സ് എ ഹാബിച്വൽ അബോർഷൻ. ദേഹം അനങ്ങാതെ സൂക്ഷിക്കണം ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ. ഓട്ടോയിൽ കയറ്റി കൊണ്ടുവന്നുകൊണ്ടാണോ? ടാക്സി പിടിച്ച് വന്നാൽ മതി, ഞാൻ പ്രത്യേകം പറഞ്ഞതാ. എന്തിനാ ഇത്രയും ക്രൂരത? നിങ്ങൾ ഒരു അമ്മയല്ലേ? താൻ എന്തോന്നായി പറയണത്? ഞാൻ മനസ്സാവാച കർമ്മണ. അല്ലെങ്കിൽ തന്നെ തനിക്കെന്നെ എത്രയ്ക്ക് തണ്ണം? ഞാനും കൂടെ മുൻകൈ എടുത്ത ഈ കല്യാണം നടത്തിയത്. തനിക്ക് നേട്ടമുണ്ടായി കാണും. വൃത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ. എന്ത് തെറ്റാ പെണ്ണ് നിങ്ങളോട് ചെയ്തത്? പറ. നിങ്ങൾ ചോദിച്ച പണം ഞാൻ തന്നില്ലേ? ആര് തന്നു? എപ്പോ തന്നു? പ്രഭേ, ഞാൻ നിന്നെ ഏൽപ്പിച്ച കാശ് നീ ഇവർക്ക് കൊടുത്തില്ലേ? പതുക്കെ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? കൊടുത്തോ ഇല്ലയോ പറയടി. ഇല്ല. ചോദിക്കുമ്പോ കാശ് കൊടുക്കാൻ മായ നിങ്ങളുടെ ആരാ? എന്റെ അനിയത്തിയല്ലേ. അവളുടെ കാര്യം നോക്കാൻ അവളുടെ കെട്ടിയാൻ അറിയാം. പ്രഭേ, നീ എന്തൊക്കെയായി പറയുന്നത്? ഇത്രയും പബ്ലിക്കായിട്ട് ഒച്ചയെടുത്ത നാട്ടുകാർ വിചാരിക്കും നിങ്ങളുടെ കൊച്ചു അലസിപ്പോയെന്ന്. നിന്റെ കരണം പൊട്ടിച്ചൊന്ന് തരാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പരസ്യമായി ഭാര്യയെ തല്ലുന്ന ഒരു ചെറ്റ ഭർത്താവല്ലാതായി പോയി ഞാൻ. എന്നെ അനുസരിക്കുന്ന ഒരു ഭാര്യയെ ഞാൻ ആഗ്രഹിച്ചത്. അവളെ അനുസരിക്കുന്ന ഒരു ഭർത്താവിനെയാ അവൾ ആശിച്ചത്. പൊരുത്തപ്പെടാൻ എനിക്കാവുന്നില്ല. രണ്ടും രണ്ട് ധ്രുവങ്ങളില. വിധിയാണ് കൈമളേട്ട, എല്ലാം വിധിയാ. വിധിയെ പഴിച്ചിട്ട് എന്താടാ കാര്യം? അതിനെ നേരിടുകയാണ് വേണ്ടത്. എങ്ങനെ എങ്ങനെ ഒരാളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും? തല്ലിയ മാറുമോ? ശാസിച്ചാ മാറുമോ? ഇല്ലല്ലോ. അത് സ്വയം തോന്നി സ്വയം മാറേണ്ടതല്ലേ? അതെ, സ്വയം തോന്നി മാറണം. പക്ഷേ അതിനുള്ള വഴി നീ ഒരുക്കണം. മനസ്സിലായില്ല. എടാ, പ്രതീക്ഷിക്കാത്ത ഐശ്വര്യവും സമ്പത്തും കൈവന്നപ്പോൾ അതിര് കിടന്ന് അഹങ്കരിച്ച പെൺകുട്ടിക്ക് അതൊക്കെ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകാവുന്ന അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കി. ചെറുപ്പത്തിലെ നീ പഠിച്ചിട്ടില്ലേ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായ കഥ? കൈമളേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? അതൊക്കെ പറയാം, അതിരിക്കട്ടെ.
അമേരിക്കയിൽ നിന്ന് ആന്റി വരുന്നു എന്ന് കേട്ടല്ലോ. എന്നാ? അടുത്ത ആഴ്ച. ശേഖര, എന്തോ? കാറിന്റെ ഡെക്കിന്ന് പെട്ടിയൊക്കെ എടുത്തു വെക്കൂ. ഇതാരാ? എന്റെ ഭാര്യ. കൊള്ളാം. ജുവലറി ഷോപ്പിലെ പരസ്യത്തിന് നിൽക്കണ മാതിരി ഉണ്ട്. വലിയ പണക്കാരിയാ നീ കെട്ടിയതല്ലേ? പെട്ടിയെല്ലാം എടുത്ത് എന്റെ റൂമിൽ കൊണ്ടുവയ്ക്കൂ. രമ, ആ പെട്ടി എടുത്ത് അകത്ത് വെക്ക്. അതിനെന്തിനാ രാമൻ? ശേഖരന്റെ കൈക്ക് വല്ല സ്വാധീനക്കുറവുണ്ട്. ഏയ്, ഞാൻ എടുത്തു വെക്കാം. ആ, കടുപ്പത്തിലൊരു കാപ്പി എടുക്കൂ. കല്യാണി, ഒരു കാപ്പി. എന്തിനാ ഇങ്ങനെ ആജ്ഞാപിക്കുന്നേ? നിനക്ക് പോയി എടുത്താലെന്താ? അതെ അതെ, നീ പോയി കാപ്പി ഇട്. ഈ AC എന്തിനാ 24 മണിക്കൂറും ഇങ്ങനെ ഓൺ ചെയ്തിട്ടിരിക്കുന്നേ? ആവശ്യത്തിന് ഉപയോഗിച്ചാ പോരെ? ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള കറണ്ടേ കിട്ടുന്നില്ല. ഇവിടെ 6 മണിക്കൂർ നിയമപ്രകാരമുള്ള പവർ കട്ടും, പിന്നെ ഒരു 6 മണിക്കൂർ അവർക്ക് തോന്നിയ പോലെയാ. കാപ്പി. കടുപ്പം തീരെ കുറവാ. ഈ പെണ്ണിന്റെ മോനെ തമ്മന്നിരിക്കുന്നേ, ഇത് ചിരിക്കില്ലേ? ചിരി വല്ലപ്പോഴേ ഉള്ളൂ. തായിയായ ഭാവം ഇതാ. ശേഖര, നീ പോയി കമ്പനിയിലെ എല്ലാ ഫയലുകളും എടുത്തോണ്ട് വാ. കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. എന്തായി കാണിക്കുന്നത്? ഏതായി സ്ത്രീ? എന്താ ഇവർക്ക് ഇത്ര അധികാരം? ഞാൻ പറഞ്ഞിട്ടില്ലേ, അമേരിക്കൻ ആന്റി. അവരുടെ പെരുമാറ്റം കണ്ട അമേരിക്കയിലെ രാജ്ഞിയാണെന്ന് തോന്നുമല്ലോ. അമേരിക്കയിലെ രാജ്ഞിയല്ല, പക്ഷെ നമ്മുടെ രാജ്ഞി. മനസ്സിലായില്ലേ? നമ്മുടെ കമ്പനിയുടെ ഓണറാ. ഓണറോ? അതെ, കമ്പനിയും ഈ വീടും മുറ്റത്ത് കിടക്കുന്ന കാറുകളും പിന്നെ ഞാൻ നോക്കി നടത്തുന്ന സർവ്വ സ്വത്തുക്കളുടെ ഉടമ അവരാണ്. അപ്പോ ശേഖരേട്ടന്റെ അല്ലേ? എന്റെയോ? ഞാൻ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ MD, പവർ ഓഫ് അട്ടോർണിയുടെ ബലത്തിൽ എല്ലാ അധികാരങ്ങളും ഉള്ള മാനേജിംഗ് ഡയറക്ടർ. എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ? പറ്റിച്ചെന്നു? ഞാൻ ഇന്നുവരെ നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതല്ല എന്റെ സ്വന്തമാണെന്ന്? ഞാൻ വെറും MD. ആന്റിയെ ഭംഗിയായിട്ട് നോക്കണം. മൂക്കത്താ ചുണ്ടി. ആ, ഞാൻ പോയി ഫയലുകളൊക്കെ എടുത്തോണ്ട് വരാം. അല്ലേ പിന്നെ അത് മതി. ഇവിടെ ആരും കാണാനില്ലല്ലോ. ആ, എന്താ നിന്റെ പേര് പറഞ്ഞത്? പ്രഭാവതി. കൊച്ചമ്മേ, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം. കൊച്ചമ്മയോ? കൊള്ളാവല്ലോ. നിന്നെ ഇങ്ങനെ വിളിക്കാനായിട്ട് ഇവിടെ എത്ര സമയമുണ്ട്? എല്ലാവരും ഒന്ന് വിളിക്കും, ഞാനിവിടെ ഒന്ന് കാണട്ടെ. ഭാര്യയും ഭർത്താവിനെയും പരിചരിക്കാൻ 16 വേലക്കാര്. കുടുംബത്തിലിരിക്കാൻ കൊള്ളാവുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ ഇതുപോലെ 16 എണ്ണത്തിനെ പരിചരിക്കാൻ അവൾ ഒരുത്തി മതി. വേസ്റ്റ്, ക്രിമിനൽ വേസ്റ്റ്. ഇവരെയൊക്കെ തീറ്റിപ്പറ്റി ശമ്പളം കൊടുത്ത് മുടിയുന്നത് ഞാനാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകാം. പ്രഭാവതി, ഇനി മുതൽ ഈ വീട്ടിലെ ജോലിയൊക്കെ നീ തന്നെ ചെയ്താൽ മതി. നിനക്ക് ചെയ്യാനുള്ള ജോലി ഇവിടെ ഉള്ളൂ.